മനസ്സൊപ്പം വീണു തകരുന്ന കിരീടങ്ങൾ, വാടി വീഴുന്ന കിനാവിന്റെ പൂക്കൾ, അടരാൻ അറിയാതെ ആയുധമില്ലാതെ അയാൾ. 1989 ജൂലൈ 7 പുറത്തിറങ്ങിയ സിനിമയുടെ പരസ്യവാചകമാണിത്. പൊരുതാൻ പോലും അറിയാതെ തോറ്റുപോയൊരു നായകന്റെ കഥ. ഉള്ളൂർക്കുടം പോലെ വിങ്ങിയൊരുകുന്ന സേതുവിന്റെ, അച്ചുവിന്റെ, ദേവിയുടെ കഥ. മലയാള സിനിമയുടെ സകല രസക്കൂട്ടുകളും പാടെ തകിടം മറിച്ച, കാലങ്ങൾക്കിപ്പുറവും കവിളുകളിൽ കണ്ണീരിന്റെ തണുപ്പ് സമ്മാനിക്കുന്ന മലയാളത്തിന്റെ കിരീടകഥ. കഥാന്ത്യത്തിൽ കലങ്ങി തെളിയുകയും നായകൻ വില്ലൊടിക്കുകയും ചെയ്യണമെന്ന ഫോർമുലകൾക്ക് ലോഹിതദാസ് എന്ന കഥാകാരൻ നൽകിയ മറുപടിയായിരുന്നു കിരീടവും പിറകെ എത്തിയ ചെങ്കോലും. പേരിന് പോലും അന്നുവരെ ഉണ്ടായ ആഢ്യത്വം നഷ്ടമാകും വിധമാണ് സിബി മലയിൽ മലയാള സിനിമയ്ക്ക് ആ കിരീടം വെച്ചു നൽകിയത്. 3 ദിവസം കൊണ്ട് ലോഹിതദാസ് എഴുതി പൂർത്തിയാക്കിയ കഥയ്ക്ക് 25 ദിവസം കൊണ്ട് സിബി മലയിൽ ജീവൻ നൽകി. ആകെ ചെലവ് വെറും 23.5 ലക്ഷം രൂപ. ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു എന്ന വരികളിൽ ഇന്നും പുറത്തെത്താതെ ചങ്കിൽ കുരുങ്ങി കിടക്കുന്ന ഒരു ഗദ്ഗതമുണ്ട്. കാഴ്ചക്കാരന്റെ ഉള്ളു വലിച്ചു കീറിയ സിനിമ വേദനയുടെ അവസാന അധ്യായവും അവിടെ തുറന്നിടും. അകമ്പടിയായ ചെരിഞ്ഞ തോളും തലപ്പു കയ്യിലെടുത്ത് വെള്ളമുണ്ടിൽ നിശ്ചലനാകുന്ന ലാലും വല്ലാത്ത വേദനയാണ്. അയാളുടെ തോൽവി മരുന്നറിയാത്ത നോവാണ്.